Hi all. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കെമിസ്ട്രി ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരവുമായി കേരള PSC എത്തിയിരിക്കുകയാണ്. അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു അവസരം വരുന്നത്. കെമിസ്ട്രി മെയിൻ സ്ട്രീമായിട്ട് എടുത്ത് പഠിച്ച ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും 60% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള ഡ്രഗ്സ് കൺട്രോൾ ആണ്. ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിങ്ങൾ നിയമിക്കപ്പെടുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 35,600 തുടങ്ങി 75,400 വരെ കിട്ടുന്ന അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. നിലവിലെ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നിലവിലെ PSCയുടെ രീതി അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ടാണ് ഈ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി വരുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിയമനം നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള ഒരു കാലം എന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത് 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ആ സിവിഷൻ എല്ലാ PSC പോസ്റ്റുകളിലും ഉള്ള അതേ പ്രായം തന്നെയാണ് ഇവിടെയും വരുന്നത്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞ 2/1/1989 ഒപ്പം 1/1/2006 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനിയും ഇതിന്റെ യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത ഒഫീഷ്യലായിട്ട് തന്നെ പറയുകയാണ്. PSCയുടെ മാനദണ്ഡം അനുസരിച്ച് കെമിസ്ട്രി സയൻസ് വിഷയമായിട്ട് എടുത്ത്, അതായത് വ്യത്യസ്തങ്ങളായുള്ള കെമിസ്ട്രി സ്ട്രീം ഉണ്ട്, ഇവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കെമിസ്ട്രി മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് 60% കുറയാത്ത മാർക്ക് നേടിയവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു മേഖലയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരവുമാണ്. മാത്രമല്ല, പൊതുവെ ഒരു അഭിപ്രായമുണ്ട് PSCയിൽ കെമിസ്ട്രിക്ക് അവസരങ്ങൾ കുറവാണ് എന്നുള്ളത്. അതിന് പരിഹാരമാണ് ഇപ്പോൾ PSC നിരന്തരമായിട്ട് കെമിസ്ട്രി മേഖലയിലുള്ളവർക്ക് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക. വളരെ നല്ലൊരു തസ്തികയാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. ഇനിയും അവസാനമായിട്ട് വന്ന നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നോക്കാം. ഇതിന്റെ കാറ്റഗറി നമ്പർ 313/2022 എന്ന നമ്പറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ DOE നിലവിൽ വന്നത് 22/11/2023 അന്ന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്ന 54 മാർക്കും അന്ന് ടോട്ടൽ അഡ്വൈസ് പോയത് 22 പേർക്കുമായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻ ലിസ്റ്റിൽ 29 പേരാണ് ഉൾപ്പെട്ടത്. അതിൽ 22 പേർക്ക് നിലവിൽ അഡ്വൈസ് പോയിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും നിലനിൽക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാരെയും മെയിൻ ലിസ്റ്റിൽ നിന്ന് നിയമിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഒരുപക്ഷെ എല്ലാവർക്കും നിയമനം കിട്ടാൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ ഒരു ധാരണയിൽ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുക. വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു എക്സാമിനേഷന് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. മാറിയ PSCയുടെ പുതിയ രീതി അനുസരിച്ച് നമുക്കറിയാം PSC വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഏതാണ്ട് 1 വർഷം കഴിഞ്ഞൊക്കെ നടന്നിരുന്ന എക്സാമിനേഷൻ ഇപ്പോൾ പ്രത്യേകിച്ചും ടെക്നിക്കൽ എക്സാമിനേഷനുകൾ നോട്ടിഫിക്കേഷൻ വന്ന് 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ നടക്കുന്ന രീതിയിലേക്ക് PSC മാറിയിരിക്കുകയാണ്. അതായത് ഇനി നിങ്ങളുടെ മുമ്പിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് മാസങ്ങളും നമ്മൾ പറയുമെങ്കിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇനി ചുരുങ്ങിയ ദിവസങ്ങളെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാം എന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി ഒരു കോഴ്സ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. സിലബസ് അധിഷ്ഠിതമായിട്ടും സമയം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് നൽകുന്നത്. പ്രത്യേകിച്ചും കെമിസ്ട്രി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സയന്റിഫിക് ഓഫീസർ എക്സാമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനിയുള്ള സമയം നിങ്ങൾക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഈ ഒരു എക്സാമിനേഷനെ സമയബന്ധിതമായിട്ട് തീർക്കാമെന്നും ഏതൊക്കെ സ്ട്രാറ്റജിയിലൂടെ പഠിച്ച് ഈ എക്സാം ക്രാക്ക് ചെയ്യാമെന്നും ഒക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യത്തക്ക രീതിയിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു സൗജന്യ വെബിനാർ തയ്യാറാക്കുന്നുണ്ട്. ഈ ഒരു വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. ആ വെബിനാറിന്റെ ഡേറ്റും ടൈമും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതിനും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും മറക്കാതെ തന്നെ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.